my dear friends, welcome back to my channel. Let's make food simple. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കണം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹോട്ടൽ സ്റ്റൈൽ അതിരുചികരമായ ബാച്ചിലർ സ്പെഷ്യൽ അല്ലെങ്കിൽ ബിഗിനർ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. എളുപ്പത്തിൽ എങ്ങനെ നമുക്കൊരു ചിക്കൻ കറി റെഡിയാക്കാമെന്ന് നോക്കാം. ഈ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് മാരിനേഷൻ. അതിനുവേണ്ടി ഞാനൊരു 8 മുതൽ 10 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വിനാഗിരിയും ലേശം ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തൊരു 5 മിനിറ്റ് മാറ്റി വെച്ചായിരുന്നു. അതിനുശേഷം ഇതൊരു 2-3 പ്രാവശ്യം ഞാനിത് കഴുകിയെടുത്തായിരുന്നു. ആ ചിക്കൻ ഞാൻ ഇതുപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ. എന്നിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ലേശം ഉപ്പും ചേർത്തിട്ട് ഇത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ചിക്കൻ ഞാനൊരു പ്രഷർ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കൂടിയാലും സാരമില്ല, കാരണം നമുക്കിത് ഗ്രേവിയിലോട്ട് തന്നെ എടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഞാൻ വെച്ചതിന് ശേഷം ഒരു ഫുൾ വിസിൽ കേൾക്കുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും. ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാല റെഡിയാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചായിരുന്നു. അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം. ഞാനിവിടെ ഒരു 5 മുതൽ 8 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക. അതും ഇട്ടതിന് ശേഷം ഈ ചെറിയുള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഈ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും, കൊഴുപ്പും കിട്ടും. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ സോട്ടായി നല്ലൊരു പിങ്കിഷ് ഷെയ്ഡായിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ തക്കാളിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ചെറിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ 2 തക്കാളി എടുക്കാം. ഇത് ഞാൻ കുറച്ച് പുളിപ്പ് കിട്ടാൻ വേണ്ടി ഇത് നാടൻ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ആപ്പിൾ തക്കാളിയാണെങ്കിൽ 2ഉം ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയുടെ ജ്യൂസ് ഇറങ്ങി വന്ന് ഇതൊന്ന് മാഷായിട്ട് ഈ ചെറിയുള്ളിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് യോജിച്ചെടുക്കുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ എണ്ണയെല്ലാം ഇവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇതായിട്ടുണ്ടെന്നാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അല്പസമയം ഒന്ന് ചൂടാറാൻ വെക്കാം. അതിനുശേഷം ഇത് മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്കി വന്നിരിക്കുന്ന ഈ എണ്ണയിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഈ ചൂടായി കിടക്കുന്ന ഈ എണ്ണയിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇന്ന് വഴറ്റി റെഡിയാക്കി എടുക്കണം. ഇനി ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ലേശം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ചെറിയുള്ളിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മൂന്നാമതായിട്ട് ഞാൻ സവാളയ്ക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് കൂടി പോകരുത്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് 1 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ വിളമ്പുന്ന സമയത്ത് ബാക്കിയുള്ള കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ടേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച മണം മാറുന്നവരെ
ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച വാസനയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി വേണം. ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി എരിവ് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാല, ഇതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പൊടികളൊക്കെ ചേർക്കുന്നതിന് മുൻപായിട്ട് ഫ്ലെയിം ഏറ്റവും ചെറിയ ഫ്ലെയിമിലോട്ട് മാറ്റിയായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ പൊടികളൊക്കെ പെട്ടെന്ന് മൂത്തുപോയി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. ഈ സമയത്താണ് നമുക്ക് ക്ഷമ വേണ്ടത്. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിതൊരു 5 മിനിറ്റായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ കൂടിയെല്ലാം എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കരിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് അധികം വെളിച്ചെണ്ണ ഇട്ട് കൊടുത്താൽ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ഒറ്റൊരു വിസിലേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടോ, ചിക്കൻ ഈ രീതിയിലാണ് വേവിച്ച് നമ്മൾ എടുക്കേണ്ടത്. ചിക്കൻ വേവിച്ച് വരുമ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ കുറച്ച് സൂപ്പ് കാണുമല്ലോ, അത് ഉൾപ്പെടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഈ മസാലയിൽ ഒന്ന് കിടന്ന് മസാല പൊടികളൊക്കെ ഈ ചിക്കനിൽ പിടിച്ച് ഈ കറി ഒന്ന് യോജിച്ച് വരണം. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നത് പുളിയില്ലാത്ത തക്കാളി ആണെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിച്ചെടുത്തപ്പോൾ ഞാൻ ഒറ്റൊരു വിസിൽ കൊടുത്തോണ്ട് ഇനി ബാക്കിയുള്ളത് വേവ് ഈ ഗ്രേവിയിൽ കിടന്ന് അതൊന്ന് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചെറിയുള്ളിയുടെയും തക്കാളിയുടെയും അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് നമ്മുടെ ഗ്രേവിയുടെ അവസാനത്തെ ഘട്ടത്തിലായി കഴിഞ്ഞു. ഇനി ഈ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഗ്രേവി ഉണ്ടോ, ഇപ്പോൾ തന്നെ തിക്കാവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ചെറിയുള്ളിയുടെയും തക്കാളിയുടെയും പേസ്റ്റ് ചേർത്തായിരുന്നല്ലോ, അതിൻ്റെ കൂടെ ഈ ചിക്കൻ്റെ സൂപ്പും കൂടി ചേരുമ്പോഴാണ് ഈ കറിക്ക് ഏറ്റവും വലിയ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതാണ് ഈ കറീൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി ഞാനിതൊരു 2 മിനിറ്റ് മാത്രം അടച്ചു വെക്കാൻ പോവാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കറിയൊന്ന് തുറന്ന് നോക്കിയാലോ. ഇപ്പം കണ്ടോ, കറിയെല്ലാം നല്ല തിക്കായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയും കരിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ചിക്കൻ കറിക്ക് യഥാർത്ഥൊരു മണം വരുന്നത്. നമുക്ക് ഈ കറി ചൂടോടെ തന്നെ വേണമെങ്കിൽ വിളമ്പാം. പക്ഷേ ഈ കറി ഉണ്ടാക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബിഗിനർ സ്പെഷ്യൽ ചിക്കൻ കറി അല്ലെങ്കിൽ ബാച്ചിലർ സ്പെഷ്യൽ ചിക്കൻ കറി എന്ന് പറയാം. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ സ്റ്റെപ്സ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ സൂപ്പറായിട്ടുള്ള ചിക്കൻ കറി നിങ്ങൾക്ക് റെഡിയാക്കാം. ഈ ചിക്കൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അടുപ്പിച്ച് വെച്ചതിന് എളുപ്പമായിട്ട് ഒരു 10 മിനിറ്റിൽ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. ഒരു വശത്ത് നിങ്ങൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ മറ്റൊരു വശത്ത് നിങ്ങൾക്ക് അതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഈ ഒരു രീതി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് 10 മിനിറ്റിൽ തന്നെ ഈ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു കറി പൊറോട്ട, ചപ്പാത്തി, ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഇപ്പോൾ എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? സോ ഫ്രണ്ട്സ്, ഈ ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്യൂ. ട്രൈ ചെയ്തതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കൂ. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.